ഒരു വലിയൊരു ബിസിനസ് സംരംഭകനായി അറിയപ്പെടുമ്പോഴും മൂല്യങ്ങളെ വല്ലാതെ ആശ്ലേഷിക്കുകയും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്ത മഹാനുഭാവനായിരുന്നു രത്തൻ ടാറ്റ. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ഇത്രയും താല്പര്യം. കുറുക്കു വഴികളിലൂടെ കച്ചവടം വളർത്താൻ ശ്രമിക്കാത്ത ഇന്ത്യയിലെ അപൂർവം ബിസിനസ്സുകാരിൽ ഒരാളായിരുന്നു രത്തൻ ടാറ്റ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സുഭാഷിതമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. 2018 ഫെബ്രുവരി 6 രത്തൻ ടാറ്റയ്ക്ക് UK ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ച് ചാൾസ് രാജകുമാരൻ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഏഷ്യൻ ട്രസ്റ്റാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ ബിസിനസ്സുകാരൻ സുഹേൽ സേത്തിന് ഈ പുരസ്കാര ദിവസത്തിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ടാറ്റയുടെ ഒരു ഫോൺ കോൾ എത്തി. തൻ്റെ പ്രിയപ്പെട്ട നായ ടാങ്കോയ്ക്ക് തീരെ സുഖമില്ല. ടാങ്കോ അസുഖബാധിതനായി കിടക്കുമ്പോൾ ഈ UK ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല എന്നായിരുന്നു രത്തൻ ടാറ്റയുടെ കോൾ. ടാറ്റയുടെ തീരുമാനം അറിഞ്ഞ് ചിലർ ഞെട്ടി. എന്നാൽ ചാൾസ് രാജകുമാരൻ ടാറ്റയെ മുക്തകണ്ഠം പ്രശംസിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അതാണ് രത്തൻ ടാറ്റ. ആ നല്ല മനുഷ്യൻ്റെ ആ നല്ല മനസ്സുകൊണ്ടാണ് ടാറ്റ സാമ്രാജ്യം ഇങ്ങനെ ശക്തമായി മുന്നോട്ട് നീങ്ങുന്നതും ഇത്രയും കരുത്തോടെ അദ്ദേഹത്തിന് ഇത് പടുത്തുയർത്താൻ കഴിഞ്ഞതും എന്ന് ചാൾസ് രാജകുമാരൻ പറഞ്ഞുവെന്നാണ് കഥ. അഭിമാനകരമായ ഒരു അംഗീകാരം പോലും വേണ്ടെന്ന് വെച്ച് തൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായെ പരിചരിക്കാൻ ടാറ്റ എന്ന മഹാസംരംഭകൻ തയ്യാറായി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കരണീയമായ കാര്യം. യഥാർത്ഥ നേതൃത്വം അഥവാ ലീഡർഷിപ്പ് സഹാനുഭൂതിയും മറ്റുള്ളവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതും ആകണമെന്നായിരുന്നു രത്തൻ ടാറ്റയുടെ വിശ്വാസം. വിജയത്തെ അളക്കുന്നത് പുരസ്കാരങ്ങൾ കൊണ്ടല്ല, പ്രവർത്തികളിലെ ദയയും സഹാനുഭൂതിയും മനുഷ്യത്വവും കൊണ്ടാണെന്ന് അദ്ദേഹം നമ്മുടെ ആളുകളെ പഠിപ്പിച്ചു. രത്തൻ ടാറ്റ കി ജയ്. എന്ന് മാത്രവുമല്ല, നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ ക്ഷേമവും പരമപ്രധാനമാണ് എന്നാണ് ഈ കഥ നമ്മോട് വിളിച്ചു പറയുന്നത്.